ഓണത്തിന് സദ്യ വേണ്ടേ? സദ്യയില് പുളിശ്ശേരി വേണ്ടേ? ആ പുളിശ്ശേരിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനൊപ്പം എന്നെ സഹായിക്കാൻ ഒരാൾ കൂടിയുണ്ട്, നമ്മളുടെ സ്വന്തം പ്രസ്റ്റീജ്. പ്രസ്റ്റീജ് സ്വച്ച് ഈസി ക്ലീനിങ് ഗ്യാസ് സ്റ്റൗവിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ബർണർ ഇങ്ങനെ ഉയർത്തി നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. സ്വച്ച് പ്രഷർ കുക്കറിനകത്താണ് ഇന്ന് പുളിശ്ശേരി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, അതിന്റെ ഒപ്പം തന്നെ ഇത് മത്തങ്ങ, പാകത്തിന് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കീറിയതും, പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരൽപ്പം വെള്ളം മതി. നമ്മളുടെ പ്രഷർ കുക്കറിനകത്ത് ഒരു സ്വച്ച് പ്രഷർ കുക്കറാണ്, സ്പിൽ പ്രൂഫ് ആണ്. അതിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്, ഇത്തിരി കുഴിഞ്ഞ അകത്തോട്ടുള്ള ഡിസൈൻ ആണ്. ഫസ്റ്റ് ഡിസൈൻ ആണ് സ്വച്ച് പ്രഷർ കുക്കർ റേഞ്ചില്. ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അരപ്പിനായിട്ട് തേങ്ങയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജീരകത്തിന്റെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ചിട്ടാലും മതി. അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി വേവിക്കാൻ നേരത്തും ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു പച്ചമുളക്, ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. മത്തങ്ങ ആയിട്ടുണ്ട്, ഒറ്റ വിസില് അതിലായിട്ടുണ്ട്. സ്പിൽ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ വളരെ ഒന്നും പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. ചാടി വന്നാലും നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ ചാടി വന്നാലും ഈ ഒരു ഏരിയയിൽ അതൊക്കെ കിടക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് ക്ലീനിങ് വളരെ ഈസിയാണ്. ഒന്നും ഇങ്ങനെ വെച്ച് താഴോട്ട് ഇറങ്ങില്ല. അപ്പൊ നമുക്കിത് ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രഷർ കുക്കർ തുറന്ന് ഇത് റെഡിയാക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങയാണെങ്കിലും മത്തങ്ങയാണെങ്കിലും അധികം വെന്ത് പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്, നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി പ്രസ്റ്റീജിന്റെ കടായിലോട്ട് നമുക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ ഇങ്ങോട്ട് ഇട്ടു. തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്തിട്ട് ഉടനെ ചേർക്കരുത്, പിരിഞ്ഞു പോകും ചൂടായി കഴിയുമ്പോൾ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പുളിശ്ശേരി ആയി കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഒരൽപ്പം വെള്ളം കൂടെ ചേർക്കാം. ഈ അരപ്പെല്ലാം ഒന്ന് ആക്കിയെടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് കറക്കിയെടുക്കണം. കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ പാകത്തിന്.
തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പം പിരിഞ്ഞു പോകും. തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈര് ചേർക്കണം. തിളയ്ക്കാതെ പാകത്തിന് ഇളക്കി യോജിപ്പിച്ച് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. തിളയ്ക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. നല്ലപോലെ ആവി വന്നു കഴിയുമ്പോൾ നമ്മള് സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും ഒരു 2-3 സെക്കൻഡിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇതൊന്നുകൂടി ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മള് കുറച്ചു നേരം കൂടി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. റെഡിയായിട്ടുണ്ട്. ഇത്രയും ഒരു ലൂസ് പരുവത്തിലാണ് ഞാനിവിടെ പുളിശ്ശേരി എടുക്കുന്നത്. ഇത്തിരി കൂടി കുറുകണം എന്നുള്ളവര് വെള്ളം കുറച്ച് ചേർക്കാം, അല്ലാന്നുള്ളവർക്ക് വെള്ളം കൂടുതൽ ചേർക്കാം. ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കിത് താളിക്കാനുള്ള പരിപാടികൾ നോക്കാം. താളിക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കടുകിടാൻ, അല്ലെങ്കിൽ കടുകിന്റെ ആ ഒരു സ്വാദ് നമുക്ക് കിട്ടില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ പൊടി ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉലുവ പൊടിയാണെങ്കിലും ചേർത്താൽ മതി. പക്ഷെ അതിലേക്ക് അവസാനം ചേർക്കാം. 3-4 വറ്റൽമുളക്, കറിവേപ്പില, കറിവേപ്പിലയും കൂടി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചെറിയ ചൂടില് കുറച്ച് മുളക് പൊടി ഓപ്ഷണലാണ്, വേണ്ടിയവർ മാത്രം ഇട്ടാൽ മതി. മുളക് പൊടി വരുമ്പോൾ നമ്മൾ താളിച്ച് വയ്ക്കുമ്പോൾ പ്രത്യേക നിറം വരും പുളിശ്ശേരിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. മുളക് പൊടിയും കൂടെ വന്നപ്പോഴാണ് നല്ലൊരു നിറം വന്നത്. ഇതാ നമ്മളുടെ സ്വാദിഷ്ടമായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ പുളിശ്ശേരി തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അതും ഈ പുളിശ്ശേരി തന്നെ തയ്യാറാക്കി നോക്കുക. നമുക്ക് അടുത്ത ഓണത്തിന് വീണ്ടും കാണാം.